Hi students, plus 2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ്. സോ ഈ സെഷനിൽ നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് എന്താണെന്നും അതിനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് വാട്ട് ആർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി solution, a true solution is a homogeneous mixture of two or more components, right? അല്ലേ, രണ്ടോ അതിലധികമോ കമ്പോണൻസിന്റെ എന്താണ് homogeneous mixture ആണ് solutions എന്ന് പറയുന്നത്. Consider a binary solution. Binary solutions എന്ന് പറയുമ്പോൾ it consists of two components, right? A എന്നോ B എന്നോ പറയുന്ന two components. അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. സോ ആ സൊല്യൂഷനിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളത് എന്ത്? സോൾവെന്റ് ആയിരിക്കും. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പ്രസന്റഡ് ആയിരിക്കുന്നതായിരിക്കും സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നതിന് ജനറലായി നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി ഈ സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പല യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. പ്രധാനമായും രണ്ടായി, ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് വേസിൽ നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈസി. കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണോ എന്ന് മാത്രമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതൽ ക്വാണ്ടിറ്റി സൊല്യൂട്ട് സോൾവെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോൾവെന്റിനകത്ത് അല്ലെങ്കിൽ സൊല്യൂഷനകത്ത് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ഡൈല്യൂട്ട് സൊല്യൂഷൻ? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂട്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? കുറവായിരിക്കും. സോ അതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലുള്ള എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ള കാര്യമാണ്. സോ ദ ഫസ്റ്റ് വൺ, മാസ് പെർസെൻറ്റേജ്. വാട്ട് ഈസ് മീൻ ബൈ മാസ് പെർസെൻറ്റേജ്? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, 100 മാസ് യൂണിറ്റിൽ എത്ര എമൗണ്ട് സൊല്യൂട്ട് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് പ്രസന്റഡ് ആണ്, അതാണ് മാസ് പെർസെൻറ്റേജ് കൊണ്ട് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എ കമ്പോണന്റ് പ്രസന്റ് ഇൻ 100 മാസ് യൂണിറ്റ് ഫോർ സൊല്യൂഷൻ. സൊല്യൂഷന്റെ 100 മാസ് യൂണിറ്റിൽ എത്ര പ്രസന്റഡ് ആണ്. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ്, സേ സൊല്യൂട്ട്, മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, we have an equation for that, that is mass percentage of solute, see WB എന്ന് പറയുന്നത് that is weight of what? Solute. WB into 100 divided by WA plus WB. ഓക്കെ, WA എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് സോൾവെന്റ്. WB മാസ് ഓഫ് സൊല്യൂട്ട് ഓർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കാണാം. സോൾവെന്റ് കാണണമെങ്കിലോ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. WA into 100 divided by WA plus WB. Okay, now the next one is വോളിയം പെർസെൻറ്റേജ് ഓഫ് കാണാനായിട്ട്. ഓക്കെ, വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദ ക്വാണ്ടിറ്റി ഓഫ് ദ വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഓർ എനി അതർ കമ്പോണൻറ്റ്, സോൾവെന്റോ സൊല്യൂട്ടോ ഏതോ ആയിക്കൊള്ളട്ടെ, പ്രസന്റ് ഇൻ ദി 100 വോളിയം ഓർ 100 യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ 100 യൂണിറ്റ് വോളിയത്തിനകത്ത് എത്രമാത്രം വോളിയം ഉണ്ട് നമ്മുടെ സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നത്, അതാണ് വോളിയം പെർസെൻറ്റേജ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വോളിയം പെർസെൻറ്റേജ് എങ്ങനെ എഴുതാം? വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇഫ് സേ സൊല്യൂട്ട്, വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് is equal to volume of solute into 100 divided by volume of solution. Total volume solution de volume. Okay, then the next one is mass by volume percentage.
മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓർ എത്ര എമൗണ്ട് സൊല്യൂട്ട് പ്രസൻറ്റഡ് ആയിട്ടുണ്ട്. 100 ml ഓഫ് സൊല്യൂഷനകത്ത് പ്രസൻറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, എത്ര മാസ് സൊല്യൂട്ട് 100 ml ഓഫ് സൊല്യൂഷനിൽ പ്രസൻറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ എമൗണ്ട് ആണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ട്രേസ് എലമെന്റ്സിൻ്റെ ഒക്കെ കേസിലാണ്. ട്രേസ് എലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ട്രേസ് ക്വാണ്ടിറ്റീസിനകത്ത് സൊല്യൂട്ട് പ്രസൻറ്റഡ് ആണെങ്കിൽ, ട്രേസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവത്തുള്ളൂ. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മില്യണിനകത്ത് എത്ര പാർട്ട് പ്രസൻറ്റഡ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നു. ആൻഡ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ PPM. ട്രേസ് എലമെന്റ്സ് ഒക്കെ നമ്മൾ PPM എന്ന് പറയുന്ന ഒരു യൂണിറ്റിനകത്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ, ഒരു റേഷ്യോ ആണ്. ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. ഓക്കെ, സേ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ കൈ. ഈ കൈ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ പ്രസന്റഡ് ആക്കിയിരിക്കുന്നത്. സോ കൈ എ, മോൾ ഫ്രാക്ഷൻ ഓഫ് ഒരു കമ്പോണന്റ്, ഒരു ബൈനറി സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. എയും ബിയും രണ്ട് കമ്പോണൻസ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഇഫ് വി വോണ്ട് ടു ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, ദാറ്റ് ഇസ് കൈ എ, എങ്ങനെ എഴുതാം നമ്മൾ? യെസ്, NA, number of moles of A divided by number of moles of A plus number of moles of B. Okay, then chi B എങ്ങനെ calculate ചെയ്യും? Yes, we can use the same equation, number of moles of B divided by number of moles of A plus number of moles of B. Okay, and chi A യും chi B യും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? യെസ്, ഇതിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ഒരു സൊല്യൂഷനകത്തുള്ള കമ്പോണൻസിൻ്റെ എല്ലാത്തിൻ്റെയും മോൾ ഫ്രാക്ഷൻസിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് chi A plus chi B ഈക്വൽ ടു 1. ഓക്കെ, ഒരു ബൈനറി മിക്സ്ചർ ആയതുകൊണ്ടാണ് chi A യും chi B യും മാത്രം ഉള്ളത്. ABC എന്ന് പറഞ്ഞ് 3 കമ്പോണൻസ് ഉണ്ടായിരുന്നെങ്കിൽ chi A plus chi B plus chi C which will be equal to 1. Okay, now moving on to the next. Yes, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് molarity. Okay, molarity എന്ന് പറയുന്നത് that is represented by the letter capital M. Capital M കൊണ്ടാണ് represent ചെയ്യുന്നത്. Molarity എന്ന് പറയുന്നത് that is the number of moles of solute that is presented in 1 liter of the solution. Okay, 1 ലിറ്റർ സൊല്യൂഷനകത്ത് പ്രസൻറ്റഡ് ആയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു M is equal to WB into 1000 divided by MP into V in ml. Okay, volume in ml. So here WB എന്ന് പറഞ്ഞാൽ എന്താണ്? Weight of the solute. Okay, then MP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Molar mass or molecular mass of the solute. V in ml എന്ന് പറഞ്ഞാൽ എന്താണ്? Volume of the solution. Okay, so ഇത് represent ചെയ്യുന്നത് എന്തിനകത്താണ്? Yes, moles per liter. Okay, അല്ലെങ്കിൽ ഇത് എന്തും അറിയപ്പെടുന്നുണ്ട്? മോളാർ എന്നും പറയാറുണ്ട്. മോളാർ. Okay, so മൊളാരിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്കറിയാം ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട് അല്ലേ? സോ മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് മൊളാലിറ്റി. എന്തായിരുന്നു മൊളാലിറ്റി എന്ന് പറയുന്നത്? മൊളാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് എ സോൾവെൻറ്റ്. 1 kilogram ഓഫ് സോൾവെൻറ്റിനകത്ത് പ്രസൻറ്റഡ് ആയിരിക്കുന്ന എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊളാലിറ്റി എന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ മൊളാലിറ്റി വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്മോൾ ലെറ്റർ M. ഓക്കെ, സോ
അതിന്റെ ഇക്വേഷൻ എന്താണ്? M is equal to molality is equal to WB into 1000 divided by MP into WA in gram. Okay, here WB എന്ന് പറയുന്നത് mass of solute ആണ്. MB എന്ന് പറയുന്നത് molecular mass or molar mass of solute ആണ്. Then what about WA? WA എന്ന് പറയുന്നത് weight of solvent in gram. Okay, so ഈ equation use ചെയ്ത് നമുക്ക് molality calculate ചെയ്യാനായിട്ട് പറ്റും. Here molality നമ്മൾ represent ചെയ്യുന്നത് ഏത് യൂണിറ്റിനകത്താണ്? Yes, moles per kilogram. Okay, or നമുക്ക് എന്തും പറയാം, മോളാൽ എന്നും പറയാം, മോളാൽ. Then molality എന്ന് പറയുന്നത് that is temperature independent ആണ്. Okay, കാരണം അവിടെ weight ആ പറയുന്നത്. But in the case of molarity അവിടെ വോളിയം ആണ് പറയുന്നത്. So ഈ രണ്ട് ടേംസിലും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് molality is temperature independent. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് molality എന്നിട്ട് ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, ഏതാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്നൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ആവർത്തിക്കാറുണ്ട്. Okay, now moving on to the next. സൊല്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പറയുന്നതാണ് solubility. What is meant by the term solubility? Let's see. Solubility of a substance is the maximum amount of solute that can be dissolved in a specified amount of solvent at a specified or given temperature. ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിനകത്തും ഒരു ഗിവൻ സോൾവെന്റിനകത്ത് എത്രത്തോളം സൊല്യൂട്ടിന് ഡിസോൾവ് ആകാനായിട്ട് പറ്റും, അതാണ് അതിൻ്റെ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദ സോല്യൂബിലിറ്റി, സൊല്യൂട്ടിൻ്റെ സോല്യൂബിലിറ്റിയുടെ ഒക്കെ ബേസിസിനകത്ത് നമുക്ക് സൊല്യൂഷൻസിനെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. യെസ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, unsaturated solution and super saturated solutions. Okay, what is saturated solution? A solution which no solute can be dissolved at the same temperature and pressure. Okay, saturated എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൊല്യൂട്ടും സോല്യൂബിൾ ആയി. ഇനി ആ സോൾവെന്റിനകത്തേക്ക് കുറച്ച് സൊല്യൂട്ട് കൂടി ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആകുമോ? ഇല്ല. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. Then the next one, unsaturated. ആ സൊല്യൂഷനകത്തേക്ക് നമുക്ക് കുറച്ച് സൊല്യൂട്ട് കൂടി ആഡ് ചെയ്താൽ, ആ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കുറച്ച് സൊല്യൂട്ട് കൂടി ആഡ് ചെയ്താൽ അതുകൂടി ഡിസോൾവ് ആയിക്കോളും. അതിനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ചില കണ്ടീഷൻസിനകത്ത് ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ, സച്ചസ് ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? ഓൾറെഡി സാച്ചുറേറ്റഡ് ആയതിന് വീണ്ടും കുറച്ച് സൊല്യൂട്ടിനെ കൂടി ഡിസോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, യെസ്, ഇതാണ് സൊല്യൂബിലിറ്റിയുടെ ബേസിസിനകത്ത് നമുക്ക് മൂന്നായിട്ട് സൊല്യൂഷൻസിനെ പറയാവുന്നത്. സൊല്യൂഷൻസിന് വേറെ തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരു ബൈനറി സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. സോ സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിസിനകത്ത് നമുക്ക് വീണ്ടും പലതരത്തിൽ എന്ത് ചെയ്യാം? സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. സോളിഡ് സൊല്യൂഷൻസ് ഉണ്ടാകാം, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ടാകാം, ലിക്വിഡ് ഗ്യാസ് സൊല്യൂഷൻസ് ഉണ്ടാകാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ യെസ്, സോലബിലിറ്റി രണ്ട് ടൈപ്പ് സൊല്യൂഷൻസിനകത്തും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ജനറൽ ആയിട്ട് നമ്മൾ കാണുന്ന രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് ആണ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഒരു ടൈപ്പ് സൊല്യൂഷനാണ് സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത്. നമുക്ക് പറയാം NaCl സൊല്യൂഷൻ അല്ലേ, NaCl ലിക്വിഡിനകത്ത് ഡിസോൾവ് ആകുന്നത് അല്ലെങ്കിൽ വാട്ടറിനകത്ത് ഡിസോൾവ് ആകുന്നത്. ആൻഡ് അത് ഫസ്റ്റ് കൈൻഡ് ഓഫ്. ആൻഡ് ദ സെക്കൻഡ് കൈൻഡ് ഓഫ് ഇസ് സോലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡിനകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ പറയാം, സോഡ വാട്ടർ ഒക്കെ പറയാം അല്ലേ. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിനകത്ത് ഡിസോൾവ് ആയിരിക്കുന്നത്. സോ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇവരുടെ സോല്യൂബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസിന്റെ നേച്ചർ, അതായത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ
സോല്യുബിലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. If the solute is polar in nature and the solvent is also polar, അങ്ങനെയാണെങ്കിൽ എന്ത് നടക്കും? ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എളുപ്പത്തിൽ നടക്കും. അത് ഡിസോൾവ് ആകുന്നതാണ് അല്ലെങ്കിൽ സോല്യുബിൾ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇഫ് ദ സൊല്യൂട്ട് ഇസ് നോൺ പോളാർ, ഓക്കെ, ആൻഡ് ദ സോൾവെന്റ് ഇസ് പോളാർ, സോല്യുബിൾ ആകില്ല. ദാറ്റ് മീൻസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതായത് പോളാർ ഡിസോൾവ് ചെയ്യുന്നത് പോളാർ സോൾവെന്റ്സിനകത്തായിരിക്കും, നോൺ പോളാർ സൊല്യൂട്ട് ആണെങ്കിൽ അത് നോൺ പോളാർ സോൾവെന്റ്സിനകത്തായിരിക്കും ഡിസോൾവ് ആവുക, സോല്യുബിൾ ആവുക. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. കൺസിഡർ NaCl which is a polar solute. Okay, then ഒരു പോളാർ സോൾവെന്റ് പറയാലോ, വാട്ടർ, റൈറ്റ്? വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ സോൾവെന്റ് ആണ്. യെസ്, NaCl എന്ത് ചെയ്യും? വാട്ടറിനകത്ത് സോല്യുബിൾ ആയിരിക്കും, കാരണം രണ്ടും പോളാർ നേച്ചർ ആണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ എടുത്തു നാഫ്തലിൻ. നാഫ്തലിന്റെ പ്രത്യേകത എന്താണ്? which is a non-polar solute. It is a non-polar solute. And അത് ഞാൻ പോളാർ സോൾവെന്റ് ആയിട്ടുള്ള വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യാൻ നോക്കി. What happens? ഡിസോൾവ് ആകുന്നില്ല, ഇൻസോല്യുബിൾ ആയിരിക്കും. Then the next one, ഞാൻ ഈ നാഫ്തലിൻ തന്നെ എടുത്തു, which is a non-polar solute. I try to dissolve it in benzene. ബെൻസീന്റെ പ്രത്യേകത എന്താണ്? ബെൻസീൻ is a non-polar solvent. So what happens? Soluble ആകും. Okay. അപ്പോൾ ലൈക്ക് ആയിട്ടുള്ള സൊല്യൂട്ട്സ് ലൈക്ക് ആയിട്ടുള്ള സോൾവെന്റ്സിനകത്ത്, ദാറ്റ് മീൻസ് പോളാറിൽ ഡിസോൾവ് ആകും, നോൺ പോളാറിനകത്ത് ഡിസോൾവ് ആകും. ഓക്കെ, യെസ്, അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് എഫക്ട്സ് ഉണ്ടോ? ലീ ഷാറ്റ്ലി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സോല്യുബിലിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കൺസിഡർ ചെയ്യുക, സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് is solution. ഓക്കെ, സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് സൊല്യൂഷൻ ആകുന്ന പ്രോസസ്. ഈ പ്രോസസ് എന്ന് പറയുന്നത് എൻഡോതെർമിക് ആകാം അല്ലെങ്കിൽ എക്സോതെർമിക് ആകാം, രണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. ഇഫ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് എൻഡോതെർമിക് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എൻഡോതെർമിക്, ദാറ്റ് മീൻസ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ്. ഇഫ് ഇറ്റ് ഇസ് എൻഡോതെർമിക്, solubility increases. Okay, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്, സൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രോസസ് എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ, ഇത്തരം ഒരു റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായി കാണാം. ആൻഡ് ഇഫ് ദ റിയാക്ഷൻ ഇസ് എക്സോതെർമിക് ഇൻ നേച്ചർ, എക്സോതെർമിക് നേച്ചർ ആണെങ്കിലോ ടെമ്പറേച്ചർ ഇവിടെ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? സോലുബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോലുബിലിറ്റി ഡിക്രീസസ്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ, ദാറ്റ് ഈസ് എൻഡോതെർമിക് പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ സോലുബിലിറ്റി കൂടും. ഇഫ് എക്സോതെർമിക്, ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ സോലുബിലിറ്റി ഡിക്രീസ് ആകും. സോ ബേസ്ഡ് ഓൺ ദി പ്രോസസ്, അപ്പോൾ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ പ്രഷറിന് വല്ല എഫക്റ്റ് ഉണ്ടോ? സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് പ്രഷർ ഹാസ് നോ ഇഫക്റ്റ് ബിക്കോസ്
കമ്പാരിസൺ വിത്ത് ദ ഗ്യാസസ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് ലെസ് കംപ്രസിബിൾ ആണ്, സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകംപ്രസിബിൾ ആണ്. സോ അതുകൊണ്ടാണ് പ്രഷറിന് ഇവിടെ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഇല്ലാത്തത്. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, solubility of gases in liquids. സെക്കൻഡ് ടൈപ്പ് ആണ് solubility of gases in liquids. സോ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിളോ എൻഡോതെർമിക് എക്സോതെർമിക് എന്നുള്ള കേസസ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഗ്യാസസ് ലിക്വിഡ്സിനകത്ത് ഡിസോൾവ് ആകുന്ന പ്രോസസ് which is exothermic in nature. Exothermic in nature, that means delta H എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? As temperature increases, what happens? Yes, solubility decreases. ഓക്കെ, അപ്പോൾ ഗ്യാസസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ആകുന്ന കേസിൽ നമ്മൾ എപ്പോഴും പറയും എന്താണ്, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോലബിലിറ്റി കുറയും. ഗ്യാസസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ആകുന്ന റേറ്റ് എന്ന് പറയുന്നത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് പ്രഷർ? പ്രഷറിന് ഇവിടെ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ആസ് പ്രഷർ ഇൻക്രീസസ്, സോലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഓൾസോ ഇൻക്രീസസ്. ഇതിന് രണ്ടിൻ്റെയും റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇൻ ദ കേസ് ഓഫ് ടെമ്പറേച്ചർ, സാധാരണയായിട്ട് ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോൾഡ് വാട്ടറിനകത്ത് അക്വാട്ടിക് ഓർഗാനിസംസിന് ജീവിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, ബട്ട് വാം വാട്ടർ ആവുന്ന സമയത്ത് അവർ ബുദ്ധിമുട്ടുണ്ടാവും. അതിനുള്ള റീസൺ എന്താണെന്ന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കെ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? നമുക്കറിയാം ഡിസോൾഡ് ഓക്സിജൻ അല്ലേ, ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടായിരിക്കും വാട്ടറിനകത്ത്, അത് കൺസ്യൂം ചെയ്താണ് അവർ ജീവിക്കുന്നത്. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, solubility of this dissolved oxygen in water decreases. അപ്പോൾ എന്ത് പറ്റും? വാം വാട്ടർ ആവുന്ന സമയത്ത് ഡിസോൾഡ് ഓക്സിജൻ എമൗണ്ട് കുറയും, അത് അക്വാട്ടിക് ഓർഗാനിസംസിനും അനിമൽസിനൊക്കെ ദോഷമാണ്. ഓക്കെ, അതാണ് ടെമ്പറേച്ചർ എഫക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ദെൻ പ്രഷർ. പ്രഷറിന്റെ എഫക്റ്റ് എവിടെയാണ് വരുന്നത്? യെസ്, നമുക്കറിയാം സോഡയൊക്കെ ഉണ്ടല്ലേ, സോഡ വാട്ടർ ഒക്കെ ഉണ്ടല്ലേ, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഡ്രിങ്ക്സിനകത്തൊക്കെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഹൈ പ്രഷറിനകത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തുറക്കുന്ന സമയത്ത് ഒരു സൗണ്ടോട് കൂടി ഗ്യാസ് പുറത്തേക്ക് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഹൈ പ്രഷർ കണ്ടീഷനകത്താണ് സീൽ ചെയ്ത് ഡിസോൾവ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, സോ അത് സീല് പൊട്ടിക്കുമ്പോൾ എന്ത് പറ്റും? പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു, ആ ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് ഈ സൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹെൻറീസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. സ്ഥിരമായി എല്ലാ വർഷത്തെ ചോദ്യ പേപ്പറിലും ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും ചോദിക്കാറുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ഹെൻറീസ് ലോ എന്ന്. സോ ഹെൻറീസ് ലോ, the law states that at a constant temperature the solubility of a gas in liquid, that is directly proportional to the partial pressure of the gas present above the surface of the liquid or solution. അപ്പോൾ solubility എന്ന് പറയുന്നത് അതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സെയിം ഇക്വേഷൻ തന്നെ അല്ലെങ്കിൽ സെയിം തന്നെ നമുക്ക് മറ്റൊരു രീതിക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. Mole fraction of a gas in the solution which is proportional to the partial pressure of the gas over the solution. That means partial pressure that is directly proportional to the mole fraction of that solute. Okay, partial pressure um mole fraction um directly proportional ആണ്. Okay, so ഈ proportionality sign മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. സോ P is equal to KH into K. Okay, here this KH is known as Henry's constant. Okay, KHന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ what happens? Solubility decrease ചെയ്യും. As the KH വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഗ്യാസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഹീലിയത്തിൻ്റെ കേസിൽ ഹീലിയത്തിൻ്റെ KH വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ what happens? അതിൻ്റെ solubility എന്ന് പറയുന്നത്
എന്തായിരിക്കും? കുറവായിരിക്കും. സോ അത് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. KH വാല്യൂയും സോലുബിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആസ് KH വാല്യൂ ഇൻക്രീസസ് സോലുബിലിറ്റി ഡിക്രീസസ്. ഓക്കെ, യെസ്. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത്? യെസ്, നമ്മൾ ഹെൻറീസ് ലോ പഠിച്ചു, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, ആൻഡ് ഓൾസോ ദി ഇക്വേഷൻ P is equal to KH into chi. ആൻഡ് നമ്മൾ പറഞ്ഞു ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഈ രണ്ട് പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് യെസ്, ഹെൻറീസ് ലോയുടെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എവിടെയൊക്കെയാണ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനകത്ത് ഹെൻറീസ് ലോ വരുന്നതെന്ന്. The first one we already discussed that is to increase the solubility of carbon dioxide in soft drinks and soda water, the bottle is sealed under high pressure. അല്ലേ? As pressure increases, solubility of gas in liquid also increases. നമ്മൾ പഠിച്ചു. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ബോട്ടിൽ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പല തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സ് അല്ലെങ്കിൽ ഡീപ് സീ ഡൈവേഴ്സ് എന്ത് ചെയ്യുന്നു? മസ്റ്റ് കോപ്പ് വിത്ത് ദ ഹൈ കോൺസെൻട്രേഷൻസ് ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസസ് വൈൽ ബ്രീത്തിങ് എയർ അറ്റ് ഹൈ പ്രഷർ അണ്ടർ വാട്ടർ. ഓക്കെ, അതായത് ഈ സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിനടിയിലേക്കാണ് അല്ലേ ഡൈവ് ചെയ്തു പോകുന്നത്. നമുക്കറിയാം ആഴം കൂടുന്തോറും പ്രഷറും ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ആസ് പ്രഷർ ഇൻക്രീസസ് solubility of gases also increases. അപ്പോൾ എന്ത് പറ്റും? താഴത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ക്യാരി ചെയ്തിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിനകത്ത് നമ്മൾ സാധാരണയായിട്ട് O2 N2 മിക്സ്ചർ ആണ് സാധാരണയായിട്ട് നമ്മൾ സിലിണ്ടേഴ്സിനകത്തൊക്കെ യൂസ് ചെയ്യുക അല്ലേ? സോ താഴത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഡൈലൂട്ട് ചെയ്യുന്നു. ഓക്സിജൻ ഡൈലൂട്ട് ചെയ്യുന്നത് നൈട്രജൻ വെച്ചിട്ടാണ് ഡൈലൂട്ട് ചെയ്യുന്നതെങ്കിൽ താഴത്തേക്ക് പോകും തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് ഇൻക്രീസ് ചെയ്യും. സോ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് എന്ത് ചെയ്യുന്നു? ബ്ലഡിനകത്ത് പെട്ടെന്ന് ഡിസോൾവ് ആയി പോകുന്നു. ഓക്കെ, സോ തിരിച്ചു വരുന്ന സമയത്ത് ഗ്രാജുവലി നമ്മൾ കരയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? പ്രഷർ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നൈട്രജൻ്റെ ഒക്കെ സോലുബിലിറ്റി നമ്മുടെ ബ്ലഡിനകത്തും ഡിസോൾവ് ചെയ്യും, കുറയും അല്ലെ, ഡിക്രീസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ബ്ലഡിനകത്തൊക്കെ കാപ്പിലറീസിനകത്തും ബ്ലഡിനകത്തും ഒക്കെ നൈട്രജൻ കുമിളകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്, ബബിൾ ചെയ്ത് പുറത്തേക്ക് വരും. കാരണം എന്താ? പ്രഷർ ഡിക്രീസ് ചെയ്തു, സോലുബിലിറ്റിയും കുറഞ്ഞു. സോ അങ്ങനെ വരുന്ന കേസസിനകത്ത് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള പെയിൻ ഉണ്ടാകാനും സംടൈംസ് എക്സ്ട്രീം കേസസ് വരുന്ന സമയത്ത് ഒരു പാരാലിസിസ് ഉണ്ടാകാനുള്ള ചാൻസസ് വരെയുണ്ട്. ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ പറയുന്ന പേരാണ് ബെൻസ് എന്ന് പറയുന്നത്. സോ ബെൻസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ നൈട്രജന് പകരം we can use oxygen helium. Okay, oxygen helium mixtures ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. കാരണം ഹീലിയത്തിന് KH വാല്യൂ കൂടുതലാണ്. ആസ് എ റിസൾട്ട് എന്താണ്? സോലുബിലിറ്റി എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ് ഇൻ കമ്പാരിസൺ വിത്ത് നൈട്രജൻ. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ഇതാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിനകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ that is less than that of the ground level. ഗ്രൗണ്ട് ലെവലിനേക്കാളും ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ മുകളിലേക്ക് ചെയ്യുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിനകത്തൊക്കെ ചെല്ലുമ്പോൾ കുറവായിരിക്കും. ദിസ് ലീഡ്സ് ടു ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. യെസ്, പാർഷ്യൽ പ്രഷർ കുറഞ്ഞു അല്ലേ? അപ്പം എന്ത് പറ്റും? സോലുബിലിറ്റി കുറയും ബ്ലഡിനകത്തുള്ള. സോ ആൻഡ് ലോ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓക്സിജൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഓഫ് പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ഓർ ക്ലൈംബേഴ്സ്. ഓക്കെ, അപ്പോൾ ഉയർച്ച കൂടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ ക്ലൈംബ് ചെയ്ത് പോകുന്ന മൗണ്ടൻസ് ഒക്കെ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ എന്ത് ചെയ്യും? ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും ഓക്സിജന്റെ ബ്ലഡിനകത്ത്. സോ ഈ ലോ ബ്ലഡ് ഓക്സിജൻ കോസസ് ക്ലൈംബേഴ്സ് ടു ബിക്കം വീക്ക് ആൻഡ് അൺഏബിൾ ടു തിങ്ക് ക്ലിയർലി. വീക്ക് ആക്കുകയും നന്നായി ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യും. ആൻഡ് സിംറ്റംസ് ഓഫ് ഈ കണ്ടീഷൻ ഇസ് നോൺ ആസ് അനോക്സിയ. ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, അതിന്റെ പേരാണ് അനോക്സിയ. സോ സംടൈംസ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, വാട്ട് ഈസ് അനോക്സിയ? അപ്പോൾ അനോക്സിയ എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ബെൻസും അനോക്സിയും. സോ ഹാവ് ടു നോട്ട്
these two terms. Okay, yes. ഹെൻറീസ് ലോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് റൗൾസ് ലോ. നമുക്ക് നോക്കാം എന്താണ് റൗൾസ് ലോ എന്നുള്ളത്. സോ റൗൾസ് ലോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquids, the partial vapor pressure of each component of the solution, it is directly proportional to its mole fraction present in the solution. Okay, അപ്പോൾ രണ്ടിലധികമോ കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ആ സൊല്യൂഷൻസിനകത്തെ ഓരോ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറും അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹെൻറീസ് ലോയുടെ തന്നെ ഒരു ഫോമായത്. ഓക്കെ, നമുക്കൊരു ബൈനറി മിക്സ്ചർ കൺസിഡർ ചെയ്യാം. രണ്ട് കമ്പോണൻസ് ഉണ്ട്, കമ്പോണൻറ്റ് 1 ആൻഡ് കമ്പോണൻറ്റ് 2. സോ റൗൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? യെസ്, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദാറ്റ് ഈസ് P1 is directly proportional to Chi1. ഓക്കെ, കറക്റ്റ് ആണല്ലേ? സോ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഹിയർ വി ടേക്ക് കോൺസ്റ്റന്റ് ആസ് P01. What is P01? P01 എന്ന് പറയുന്നത് that is the vapor pressure of pure component 1. Okay, so P1 is equal to P01 Chi1. Then ഇത് തന്നെയായിരിക്കും കമ്പോണന്റ് 2ന്റെ കേസിനകത്തും. സോ P2 is equal to what? P02 Chi2. Where P2 is the vapor pressure of pure component 2. രണ്ടാമത്തെ കമ്പോണന്റിന്റെ പ്യൂർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ P02 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ടോട്ടൽ പ്രഷർ എങ്ങനെ വരും? P ടോട്ടൽ എന്ന് പറയുന്നത് Chi1 P01 പ്ലസ് Chi2 P02. ഓക്കെ, ഇതിനെ എല്ലാത്തിനെയും കൂടി നമുക്ക് Chi1ൻ്റെയോ Chi2ൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ ടേംസിലേക്ക് എത്തിക്കാം. നമുക്കറിയാം Chi1 പ്ലസ് Chi2 is equal to 1, right? ഇല്ലേ, മോൾ ഫ്രാക്ഷൻസ് ഒരു ബൈനറി സൊല്യൂഷൻ ആണ്. അതിനകത്തുള്ള രണ്ട് കമ്പോണൻസ് ആണ് 1ഉം 2ഉം. അതിന്റെ മോൾ ഫ്രാക്ഷൻസിന്റെ സം എന്ന് പറയുന്നത് which will be always 1, right? So Chi1 plus Chi2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Chi1ന് പകരം Chi1 can be written as 1 minus Chi2. Okay, correct അല്ലേ? So നമുക്ക് Chi1ന് പകരം 1 minus Chi2 എന്ന് എഴുതാം. So the equation becomes, yes, P total is equal to P01 plus P02 minus P01 Chi2 എന്ന് വരും. ഓക്കെ, സോ ഇക്വേഷൻ നമുക്ക് കുറച്ചധികം കൺക്ലൂഷൻസിനകത്തേക്ക് എത്താനായിട്ട് പറ്റും. യെസ്, ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണൻറ്റ്. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മോൾ ഫ്രാക്ഷനോട് എന്തായിരിക്കും? റിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ total vapor pressure over the solution varies linearly with the mole fraction of the component. ശരി അല്ലേ? കമ്പോണൻറ്റുമായിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് any of the component, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മോൾ ഫ്രാക്ഷനുമായിട്ട് ലീനിയർലി ആണ് വേരി ചെയ്യുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ പ്യൂർ കമ്പോണൻറ്റ്സ് 1 and 2, total vapor pressure over the solution decreases or increases within the increase of the mole fraction of any component. 1 ആവാം 2 ആകാം. ഇഫ് 1 ആണെങ്കിൽ 1-നനുസരിച്ച് അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2-നനുസരിച്ച് എന്ത് ചെയ്യുന്നു? ടോട്ടൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻസിന്റെ ബേസിസിനകത്ത് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഓക്കെ, നൗ യെസ്, ദ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ ആറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് an ideal solution at a constant temperature. ഓക്കെ, നമ്മൾ ഇനി ഒരു പ്ലോട്ടിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ മക്കളെ? യെസ്, ഹിയർ വി ക്യാൻ സീ മോൾ ഫ്രാക്ഷൻ വേഴ്സസ് വേപ്പർ പ്രഷർ. അങ്ങനെ ഒരു പ്ലോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഹിയർ ഈ പോയിന്റിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിനകത്ത് ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് കൂടുതലുള്ളത്. ദാറ്റ് മീൻസ് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് അത് മാത്രമേ ഉള്ളൂ അവിടെ. ഈ സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റിനെയാണ്. ആൻഡ് ഫസ്റ്റ് കമ്പോണൻറ്റ് മാക്സിമം എന്ന് പറയുമ്പോൾ പ്യുവർ ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. സോ പ്യുവർ ആയിട്ടുള്ള 1 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വേപ്പർ പ്രഷറാണ് P01 ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈറ്റ് സൈഡിൽ നോക്കി, ഈ സൈഡിൽ കമ്പോണൻറ്റ് 2 ആണ് കാണിച്ചിരിക്കുന്നത്. കമ്പോണൻറ്റ് 2 ഫുൾ ആര് മാത്രമേ ഉള്ളൂ? കമ്പോണൻറ്റ് 2 മാത്രമേ ഉള്ളൂ.
സോ അതിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ദാറ്റ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് എത്രയാ? 0. കാരണം പ്യൂർ Chi2 മാത്രമേ, പ്യൂർ 2 മാത്രമേ അവിടെ ഉള്ളൂ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നതാണ് P02. രണ്ട് സൈഡും ക്ലിയർ ആയല്ലോ. സോ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ഇവിടെ Chi2ന്റെ വാല്യൂ, സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. ഓക്കെ, സോ ഇവിടെ നമുക്ക് തുടക്കത്തിൽ 0 ആയിരിക്കും. പിന്നെ മോൾ ഫ്രാക്ഷൻ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരുന്നു. സോ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതിന് ലീനിയർ ആയിട്ട് വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അത് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ലീനിയർ ഇൻക്രീസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഇസ് P2. ഈ ലൈനാണ് P2നെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് ഇത്. ആൻഡ് ഹിയർ ഓക്കെ, ഇവിടെ Chi1ന്റെ ഫസ്റ്റ് കമ്പോണന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ എന്താണ്, ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? Chi1ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു വരുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് അതിന്റെ വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്തു വരുന്നു. ഇപ്പോൾ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ഈ ലൈൻ കാണിക്കുന്നത് എന്താണ്? യെസ്, P1ന്റെ ലൈനാണ്. അല്ലെങ്കിൽ P1ഉം അതിന്റെ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള കണക്ഷൻ ആണ് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് വാല്യൂസും P01 ആൻഡ് P02 ഇവരെ തമ്മിൽ കണക്ട് ചെയ്താൽ വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? സോ ദാറ്റ് ഈസ് P ടോട്ടൽ. അത് തരുന്നത് P ടോട്ടൽ വാല്യൂ ആണ്. ദാറ്റ് ഈസ് P1 പ്ലസ് P2 എന്നുള്ള വാല്യൂ ആയിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് തരിക. ഓക്കെ, ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ്. ഗ്രാഫ് ഇതുപോലെ തന്നെ വരയ്ക്കാനായിട്ട് ഒരുപാട് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, യെസ്. Then the composition of vapor phase in equilibrium with the solution is determined by partial pressure of the components. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സൊല്യൂഷനകത്തുള്ള കാര്യമാണ് അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ വേപ്പർ ഫേസിനകത്തുള്ള മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. കൺസിഡർ ചെയ്യുക Y1 and Y2. These are the mole fractions of the components 1 and 2 in the vapor phase. Okay, എന്താ പറഞ്ഞിരിക്കുന്നേ? ഇത് സൊല്യൂഷൻ, ഇതിന് മുകളിൽ എന്തുണ്ട്? യെസ്, വേപ്പർ സ്റ്റേറ്റിനകത്ത് നിൽക്കുന്നുണ്ടല്ലേ. സോ Y1 എന്നും Y2 എന്നും പറയുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻസ് ഓഫ് കമ്പോണന്റ് 1 and 2 ഇൻ ദിസ് വേപ്പർ ഫേസ്. സോ അങ്ങനെയാണെങ്കിൽ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ യൂസ് ചെയ്താൽ നമുക്കൊരു ഇക്വേഷനകത്തേക്ക് എത്താം. ദാറ്റ് ഇസ് P1 is equal to Y1 into P total. ഓക്കെ, സോ വേപ്പർ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Y1 into P total and P2 is equal to Y2 into P total. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലംസ് ഇത് യൂസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ആൻഡ് സോ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം, PI is equal to YI P total. ഓക്കെ, I എന്ന് ഇട്ടിരിക്കുന്നത് രണ്ടിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടാവുന്ന കേസസിനകത്ത് നമുക്ക് P3 is equal to Y3 P total അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻസ് ചെക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, റാവോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമ്മൾ റാവോൾസ് ലോ പഠിച്ചു, ഹെൻറീസ് ലോയും പഠിച്ചു. റാവോൾസ് ലോയും ഹെൻറീസ് ലോയും എപ്പോഴാണ് ഒരുപോലെ വരുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റാവോൾസ് ലോ ഇറ്റ് ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമുക്കറിയാം, അക്കോർഡിംഗ് ടു റാവോൾസ് ലോ PI is equal to Chi into P0i, റൈറ്റ് അല്ലേ? എന്തായിരുന്നു വേപ്പർ പ്രഷർ ഓഫ് എ വോളറ്റൈൽ കമ്പോണന്റ് എന്ന് പറയുന്നത്? ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. Then in the solution of a gas in liquid, one of the component is so volatile that it exists as a gas. Its solubility is given by Henry's law. Okay, Henry's law യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. That is P is equal to KH into Chi. P is equal to KH into Chi. And Raoult's law എപ്പോഴാണ് ഹെൻറീസ് ലോ ഈക്വലന്റ് ആക്കുന്നത്? വെൻ നമുക്ക് നോക്കാം, ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്തേ. PI is equal to Chi into P0i and P is equal to KH into Chi. So എപ്പോഴാണോ KH becomes P0i, KHും
P0Y. That means KH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാസിന്റെ മാത്രം പ്രത്യേകതയല്ല, ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഓരോ ഗ്യാസിനും ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ P0I എന്ന് പറയുന്നത് എന്താണ്? അത് പ്യൂർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴുള്ള അതിന്റെ ആ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറാണ്. എപ്പോഴാണ് പ്യൂർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന വേപ്പർ പ്രഷർ അതിന്റെ ഹെൻറീസ് കോൺസ്റ്റന്റിന് ഈക്വൽ ആകുന്നത്? ആ കണ്ടീഷനിൽ ഹെൻറീസ് ലോയും റാവൂൾസ് ലോയും equal ആകും. So Henry's law can be, or Raoult's law can be explained as a special case of Henry's law. Okay. Yes. Okay. Vapor pressure of solutions of solid and liquid. അപ്പോൾ സോളിഡ് ലിക്വിഡിനകത്തായിട്ട് ഉണ്ടാകുന്ന സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷർ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ കൺസിഡർ ഹിയർ ഇറ്റ്സ് എ പ്യൂർ സോൾവെന്റ്. ഓക്കെ, പ്യൂർ സോൾവെന്റ് ആകുന്ന സമയത്ത് ഉള്ള പിക്ചറാണ് ഈ കാണുന്നത്. ഇത് മാത്രം ശ്രദ്ധിക്കുക. സോ ഹിയർ ഈ സ്ഫിയേഴ്സ് കണ്ടോ? ഈ സ്ഫിയേഴ്സ് എന്ന് പറയുന്നത് സോൾവെന്റ് മോളിക്യൂൾസിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? കുറച്ച് നേരം കഴിയുമ്പോൾ ബിലോ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഈ സോൾവെന്റ് മോളിക്യൂൾസ് ഇവാപറേറ്റ് ചെയ്യും. അതിന്റെ വേപ്പർ സ്റ്റേറ്റിനകത്ത് നിൽക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകത്തില്ല. ആൻഡ് ദിസ് വേപ്പർ ഫേസിലുള്ള സോൾവെന്റ് മോളിക്യൂൾസ് ഒരു പ്രഷർ ഈ സോൾവെന്റിന് മുകളിൽ എക്സേർട്ട് ചെയ്യും, ആ സർഫസിൽ എക്സേർട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സോൾവെന്റ്. ഓക്കെ, ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതാണ്. ബട്ട് ഇതിനകത്തേക്ക് നമ്മളൊരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തു. ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നോക്കി, ഇതിന്റെ സർഫസിൽ കണ്ടോ, ഈ പച്ച നിറത്തിൽ കാണുന്നത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആണ്. സോ ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റ് മോളിക്യൂൾസിന്റെ പ്ലേസിൽ ചെന്നിരുന്നു. സോ ആ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്ന് ഇതിന് മുകളിൽ, ഇതിന്റെ സർഫസിന്റെ മുകളിൽ വേപ്പർ സ്റ്റേറ്റിനകത്ത് എത്തുന്ന സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞു. ആൻഡ് ആസ് എ റിസൾട്ട് വേപ്പർ പ്രഷർ decreases when we add a non-volatile solute into the solvent and thereby forming the solution. The vapor pressure decreases. Okay, അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് വേപ്പർ പ്രഷറിനുള്ള ഡിക്രീസിനെ പറ്റി നമ്മൾ പറഞ്ഞത്. നൗ ഇനി നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലിക്വിഡ് സൊല്യൂഷൻസ്, they are broadly classified into ideal solutions and non-ideal solutions. Okay, ideal solution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are the solution that obey Raoult's law in entire range of concentration. ഏത് കോൺസെൻട്രേഷൻ എടുത്താലും എന്ത് ഒബേ ചെയ്യും? റാവൂൾസ് ലോ ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ അവരുടെ ഗ്രാഫ് എങ്ങനെ വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ? K1, K2, K1, K2. മോൾ ഫ്രാക്ഷൻസ് ഇവിടെ വരച്ചിരിക്കുന്നു. മോൾ ഫ്രാക്ഷൻ ആൻഡ് K1 is 0, K1 is 1, K2 0, K1 0, K2 1. സോ ഇങ്ങനെ വരച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ P total is equal to P1 plus P2. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും ഇവർ തരിക. എക്സാമ്പിൾസ് നോക്കി. എൻ ഹെക്സീൻ ആൻഡ് എൻ ഹെപ്റ്റൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. റൈറ്റ് an example for the ideal solution. The next one is, which is also famous, that is benzene and toluene. It is also an example of an ideal solution. But sometimes Raoult's lawയിൽ നിന്ന് കുറച്ച് വ്യതിയാനങ്ങൾ കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. They are known as non-ideal solution. Non-ideal solution തന്നെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. They are known as solution showing positive deviation and the next one is solution showing negative deviation. ഈ Raoult's lawയുടെ ബേസിസിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് വരുന്നതെങ്കിൽ that means these kind of solutions are known as solution showing negative deviation. Raoult's lawയുടെ ബേസിസിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനേക്കാളും കുറവാണ് അതിൻ്റെ വേപ്പർ പ്രഷർ വാല്യൂസ് വരുന്നെങ്കിൽ that is called solution showing negative deviation. Then what about solution showing positive deviation? Yes, അതിൻ്റെ വേപ്പർ പ്രഷർ വാല്യൂസ് ഒക്കെ, ടോട്ടൽ വേപ്പർ പ്രഷർ വാല്യൂസ് ഒക്കെ Raoult's lawയുടെ ബേസിസിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണെങ്കിൽ these kind of solutions are known as solution showing positive deviation.
ഇനി എന്തുകൊണ്ടായിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്? ബിക്കോസ് നമുക്കറിയാം ഒരു എ ബി എന്ന് പറയുന്ന എയും ബിയും അടങ്ങുന്ന എ ബി എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷനകത്ത് ആരൊക്കെയുണ്ട്? എ മോളിക്യൂൾസ് ഉണ്ട്, ബി ബി മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇഫ് എ മോളിക്യൂൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ എ ഇന്ററാക്ഷൻ ഓർ ബി ബി ഇന്ററാക്ഷൻസ് ആർ മോർ സ്ട്രോങ്ങർ ദാൻ എ ബി ഇന്ററാക്ഷൻ, അതായത് സൊല്യൂട്ട്സുകൾ തമ്മിലോ സോൾവെന്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അവർ തമ്മിലുള്ള ബോണ്ട് സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ബോണ്ടായ എ ബിയേക്കാളും സ്ട്രോങ്ങർ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ സൊല്യൂഷനിൽ കിടക്കത്തില്ല, അല്ലെ സൊല്യൂഷൻ ഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഫോം ചെയ്യുന്ന സൊല്യൂഷൻ അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കത്തില്ല. അവരെന്ത് ചെയ്യും? പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അവിടെ എ ബി അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവത്തില്ല. സോ ആസ് എ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും കാണുക. സോ ദ ഗ്രാഫ് ബിക്കംസ്, ഇൻ ദ കേസ് ഓഫ് എ പോസിറ്റീവ് ഡീവിയേഷൻ, if I draw like this, okay, here mole fraction, here vapor pressure. ഇതായിരുന്നു നമ്മൾ ആദ്യം വരച്ചിരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിനകത്ത്. പക്ഷേ വേപ്പർ പ്രഷർ കൂടുതലാണ് വരുന്നതെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. യെസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ വാല്യൂ ആയിരിക്കും വരിക. ഇവിടെയായിരിക്കും പി ടോട്ടൽ വരിക. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ? നമ്മൾ പറഞ്ഞു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുക. അതിന് റീസൺ എന്ന് പറയുന്നത് എ ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എയേക്കാളും ബി ബിയേക്കാളും എന്താണ് കൂടുതലായിരിക്കും. സോ എന്താ, അവർ തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ആയിരിക്കും. പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിനകത്തേക്ക് പോവുകയോ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഭയങ്കര ഇന്ററാക്ഷൻ ആയിരിക്കും സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് മോളിക്യൂൾസ് തമ്മിൽ. സോ ആസ് എ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവ് വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. സോ ഇവരുടെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരും? ലെറ്റ്സ് സീ. ഇതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫ്. പക്ഷെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ പി ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും കിട്ടുക. പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 ഇവിടെ ആയിരിക്കും കിട്ടുക. ഓക്കെ, രണ്ടിനുള്ള എക്സാമ്പിൾസ് കൂടി ഒന്ന് പഠിക്കാം. യെസ്, എഥനോൾ ആൻഡ് അസറ്റോൺ, CS2 കാർബൺ ഡൈസൾഫേറ്റ് ആൻഡ് അസറ്റോൺ, അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള എക്സാമ്പിൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഫീനോൾ ആൻഡ് അനലൈൻ, ക്ലോറോഫം ആൻഡ് അസറ്റോൺ, ഇത് രണ്ടുമാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനുള്ള എക്സാമ്പിൾ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ആൻഡ് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്, ദാറ്റ് അസിയോട്രോപ്സ്. വാട്ട് ആർ അസിയോട്രോപ്സ്? അസിയോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിക്സ്ചർ അവരുടെ ബൈനറി മിക്സ്ചർ ആയിരിക്കും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബോയിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരൊറ്റ ബോയിലിംഗ് പോയിന്റ്, രണ്ടിൻ്റെയും ഇൻഡിവിജ്വലി എടുക്കുവാണെങ്കിൽ രണ്ട് കമ്പോണൻസിൻ്റെയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് if they form azeotropic mixture, what happens? They'll boil at constant temperature. Okay, so azeotropes an example ആണ് നമുക്ക് പറയാൻ പറ്റും pure ethanol. That means 95% ethanol in water, ethanol and water mixture. It cannot be separated by using fractional distillation method. Why? Because it is an azeotropic mixture. Fractional distillation വഴി എങ്ങനെയാണ് വേർതിരിക്കുന്നത്? It is based on the boiling point, അല്ലേ? ബോയിലിംഗ് പോയിന്റിലെ വ്യത്യാസം അനുസരിച്ചാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ നമ്മൾ വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഹിയർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? വാട്ടറും എഥനോളും ആണ് കമ്പോണൻസ് എങ്കിലും രണ്ടും എന്താ ചെയ്യുന്നത്? ഒരേ ബോയിലിംഗ് പോയിന്റിനകത്താണ് ബോയിൽ ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? റീസൺ എന്താണ്? ബിക്കോസ് ദേ ആർ അസിയോട്രോപ്സ്. Then these azeotropes are further classified into two: maximum boiling point azeotropes and minimum boiling point azeotropes. Okay, അതിനകത്ത് തന്നെ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്സ് ഫോം ചെയ്യുക. They form minimum boiling point azeotropes.
and solution showing negative deviation, they form maximum boiling point azeotrophs. Okay, examples അടക്കം പഠിക്കുക. Okay, yes. ഇനി നമ്മൾ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനകത്തേക്കാണ്. ഒരുപാടധികം ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവലിനകത്തുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്ന സെക്ഷനാണ് ഇത്. നമുക്ക് നോക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സോ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് that depends on the number of solute particles. Yes, colligative properties are the properties that depends on the number of solute particles irrespective of their nature relative to the total number of particles present in the solution. Okay, nature എന്തുമായിക്കൊള്ളട്ടെ, number of solute particles മാത്രം ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അത് തന്നെ 4 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. The first one is relative lowering of vapor pressure, and the second one is elevation of boiling point. Third one, depression of freezing point, and the last one is osmotic pressure. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. യെസ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ പറഞ്ഞു ഒരു സോൾവെന്റിനകത്തേക്ക്, പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? യെസ്, വേപ്പർ പ്രഷറിനകത്ത് ഡിക്രീസ് ഉണ്ടായി. എങ്ങനെയാണ് ഡിക്രീസ് ഉണ്ടായതെന്ന് നമ്മൾ പിക്ചറോട് കൂടി പഠിച്ചിരുന്നു അല്ലേ? സോ ഇങ്ങനെ വേപ്പർ പ്രഷറിനകത്ത് ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്. യെസ്, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇറ്റ് ഇസ് എ റേഷ്യോ. റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് lowering of vapor pressure to the vapor pressure of the pure solvent, that is P01 minus P1 by P01, which is equal to Chi2. Chi2 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് അല്ലേ? സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, യെസ്. ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിക്കകത്ത് കൂടി എഴുതാം. ഡെൽറ്റ പി ബൈ P01 is equal to Chi2 എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, Chi2 എന്നാണ് നമ്മൾ പറഞ്ഞത്. Chi2നെ നമുക്ക് എങ്ങനെ എഴുതാം? N2 by N1 plus N2, റൈറ്റ്? അതിൽ തന്നെ നമുക്കറിയാം N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. വളരെ കുറവായിരിക്കും നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. N2 എന്ന് പറയുന്നത് വളരെ ലോ വാല്യൂ ആയിരിക്കും. സോ N1 plus N2 എന്ന് പറയുന്നത് വിച്ച് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു N1. അങ്ങനെയാണെങ്കിൽ നമുക്ക് N1 plus N2 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? N1 എന്ന് മാത്രമായിട്ട് എഴുതാം. സോ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് N1. ഓക്കെ, സോ N2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. ഗിവൺ മാസ് ഇസ് W2 by M2 ഡിവൈഡഡ് ബൈ N1ൻ്റെ എങ്ങനെ എഴുതാം? W1 by N1 M1. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? M1 into divided by W1. Okay, so we'll get this equation. Okay, ഈ ഇക്വേഷനിൽ നിന്നിട്ട് നമുക്ക് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഡെറൈവ് ചെയ്തെടുക്കാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് M2 is equal to P01 into W2 into M1 divided by delta P into W1. Okay, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, ഈ ഇക്വേഷൻ്റെ കൂടെ നമ്മൾ സ്ഥിരമായിട്ട് കൂടെ ചോദിക്കുന്നതാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാൻ പറയും. അതുപോലെ തന്നെ മോളിക്കുലർ മാസ് ഓഫ് ദി ആഡഡ് സൊല്യൂട്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. എന്തൊക്കെ അറിഞ്ഞാൽ നമുക്ക് പറ്റും? പ്യുവർ സോൾവെൻ്റ് വേപ്പർ പ്രഷർ അറിഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് അല്ലെങ്കിൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എത്ര വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞാൽ, അതായത് ഡെൽറ്റ പി അറിഞ്ഞാൽ നമുക്ക് എഴുതാം
W2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ എന്താണ് വെയിറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഇത്ര ഗ്രാം ആഡ് ചെയ്തു എന്ന് പറഞ്ഞ് സൊല്യൂട്ടിൻ്റെ വെയിറ്റ് അറിഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ടായിരിക്കും, 50 ഗ്രാം സോൾവെൻറ്റിലേക്ക് 18 ഗ്രാം ആഡ് ചെയ്തു എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ W1 നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ M1 സോൾവെൻറ്റിൻ്റെ മോളിക്കുലർ മാസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇക്വേഷൻ സ്ഥിരമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ പറഞ്ഞു. സോ അതുമായി കണക്റ്റഡ് ആണ് എന്ത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഒരൊറ്റ കാര്യം വെച്ച് നമുക്ക് ഈ മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലായി, അത് മാറ്റി വയ്ക്കാം. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഒരു സൊല്യൂഷന് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യുക? ഓക്കെ, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത് എപ്പോഴാണോ അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചറാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യെസ്, 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് 1 atm അല്ലെങ്കിൽ 1.013 ബാർ. ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുന്നു. ആ ഈക്വൽ ആകുന്ന ടെമ്പറേച്ചറാണ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 373.15 കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? യെസ്, അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലായല്ലോ ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും തമ്മിലുള്ള ബന്ധം. സോ നമ്മൾ പറഞ്ഞു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. വാട്ട് ഹാപ്പൻസ് ആസ് എ റിസൾട്ട്? വേപ്പർ പ്രഷർ കുറഞ്ഞു. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. എങ്ങനെയാണ്? വേപ്പർ പ്രഷർ കുറഞ്ഞു, വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആയാൽ മാത്രമേ ബോയിൽ ചെയ്യത്തുള്ളൂ. സോ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വീണ്ടും എന്ത് നടക്കത്തുള്ളൂ? ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. സോ ആസ് എ റിസൾട്ട് ഓഫ് ദി ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ്. കാരണം ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ അത്രയും കൂട്ടിക്കൊടുത്താൽ മാത്രമേ വേപ്പർ പ്രഷർ എന്തിന് ഈക്വൽ ആകുള്ളൂ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവത്തുള്ളൂ. സോ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. The elevation of boiling point refers to the rise of solvent's boiling point upon the addition of solute, which is represented by delta TB, which is equal to TB minus TB0. Okay. TB എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ബോയിലിംഗ് പോയിന്റ്, TB0 എന്ന് പറയുന്നത് ബിഫോർ അഡീഷൻ ഓഫ് ദി സൊല്യൂട്ട്, പ്യൂർ സോൾവെന്റിനകത്ത് ഉണ്ടായിരുന്ന ബോയിലിംഗ് പോയിന്റ്. ആൻഡ് for dilute solution, the elevation of boiling point delta TB is directly proportional to the molality or molal concentration of the solute. Yes, that is delta TB is directly proportional to M. Proportionality sign മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, that is KB. And this KB is known as the boiling point elevation constant or molar elevation constant, which is also known as ebullioscopic constant. അങ്ങനെ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏത് പേര് ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, now if W2 gram solute of molar mass M2 which is dissolved in W1 gram of solvent, then the molarity M of the solution is given by the expression that is W2 by M2 divided by W1 by 1000. So molarity expression ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും? എമ്മിൻ്റെ എക്സ്പ്രഷൻ ഇടാനായിട്ട് പറ്റും. സോ വിൽ ഗെറ്റ് delta TB is equal to KB into 1000 into W2 divided by M2 into W1. ഓക്കെ, ഇതാണ് ഡെൽറ്റ TBയുടെ ഇക്വേഷൻ. ഈ സെയിം ഇക്വേഷനിൽ നിന്നിട്ട് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും കൂടി കണ്ടുപിടിക്കാമല്ലോ. യെസ്, M2 is equal to KB into 1000 into W2 divided by delta TB into W1. Okay, so using this equation we can calculate what molecular mass of the added solute. Non volatile ആയിട്ടുള്ള solute ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ molecular mass ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Moving on to the next. Yes, depression of freezing point.
അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് ഹാവിങ് ദ സെയിം വേപ്പർ പ്രഷർ. ഓക്കെ, ഒരു ഇതിൻ്റെ ലിക്വിഡ് ഫേസിനും സോളിഡ് ഫേസിനും സെയിം വേപ്പർ പ്രഷർ വരുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ കേസിനകത്ത് നമുക്കറിയാം ഐസ്ഡ് വാട്ടർ, റൈറ്റ്? ഐസും വാട്ടർ ആകുന്നു. ഓക്കെ, ഹിയർ ഐസും വാട്ടറും രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആകുന്ന ടെമ്പറേച്ചറാണ് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. ഹിയർ ഇറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിനകത്താണ് അതിൻ്റെ സോളിഡ് ഫേസ്, ദാറ്റ് ഇസ് ഐസിൻ്റെയും വാട്ടറിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആകുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു? വേപ്പർ പ്രഷർ കുറയുമെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് എന്ത്? അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ ദ ഡിക്രീസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ TF, ദാറ്റ് ഇസ് T0F മൈനസ് TF. ഓക്കെ, നമുക്ക് ആ ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈക്വേഷൻ കൊണ്ട് മനസ്സിലാക്കും. And delta TF is directly proportional to molality M of the solution. So, delta TF is directly proportional to M. Proportionality sign മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. And that constant is KF. KF is known as freezing point depression constant or molal depression constant or cryoscopic constant. അപ്പോൾ ഈ പല പേരിലും അറിയപ്പെടും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KFൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും, നോൺ വാല്യൂ ആണ്, അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും. സോ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ അറിഞ്ഞാലും നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ദെൻ ഡെൽറ്റ TF എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു KF ഇൻറ്റു M. എമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സോ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 into W1. Okay, so ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? Molecular mass of the solute, right? So the equation becomes KF into W2 into 1000 divided by delta TF into W1. Okay, ഇതിനകത്ത് W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ weight of the solute and W1 എന്തായിരുന്നു? W1 എന്ന് പറഞ്ഞത് വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് ആയിരിക്കും. ആൻഡ് ഡെൽറ്റ TF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ആൻഡ് KF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മൊളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ ദ വാല്യൂസ് ഓഫ് KF ആൻഡ് KB ദ ഡിപ്പെൻസ് ഓൺ ദി നേച്ചർ ഓഫ് ദി സോൾവെന്റ്. സോൾവെന്റിന്റെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ സോൾവെന്റ് മാറുന്നതിനനുസരിച്ച് KB ആൻഡ് KF വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ഓക്കെ, ഓസ്മോസിസ് എന്ന് പറയുന്നു. സോ നമ്മുടെ ഫോർത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നതാണ്. സോ ഓസ്മോട്ടിക് പ്രഷർ മനസ്സിലാകണമെങ്കിൽ വി ഷുഡ് നോ ദ ഓസ്മോസിസ്, ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. നമുക്ക് നോക്കാം എന്താണ് ഓസ്മോസിസ് എന്ന്. Solvent molecules can pass through the semi-permeable membranes if this membrane is placed between the solvent and solution. Then the solvent molecules will flow through this membrane from pure solvent to solution. Okay, അപ്പോൾ ഒരു semi-permeable membrane pure solventനും solutionനും ഇടയിലായി പ്ലേസ് ചെയ്താൽ the solvent molecules can pass through the semi-permeable membrane towards a solution. അതായത് ലോ കോൺസെൻട്രേഷനിൽ നിന്നും എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു സോൾവെന്റ് മോളിക്യൂൾസ്? സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ സൊല്യൂഷനകത്തേക്ക് മൂവ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ്. സോൾവെന്റ് മോളിക്യൂൾസിനെ മാത്രം അലൗ ചെയ്യുന്നത്, സൊല്യൂട്ട് മോളിക്യൂൾസിനെ അതിനുള്ളിൽ കൂടെ പാസ് ചെയ്യാൻ അലൗ ചെയ്യാത്ത ആണ് സെമി പെർമിബിൾ മെംബ്രെയിൻ. Okay, and also we have to know what is osmotic pressure. Osmotic pressure എന്ന് പറയുന്നത് സോൾവെന്റ് സൊല്യൂഷനകത്തേക്ക് മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെന്റിനെ
തടയാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷന്റെ സൈഡിൽ കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. Okay. The pressure applied on the solution side in order to prevent the flow of solvent molecules through the semi-permeable membrane towards the what? Solution. സൊല്യൂഷന്റെ സൈഡിൽ കൊടുക്കേണ്ട പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. Okay. Here, yes, the flow of this solvent from its side to the solution side across a semi-permeable membrane can stop if some extra pressure applied to the solution. This pressure that just stops the flow of solvent is known as osmotic pressure of the solution. Okay. And നമ്മൾ അതിനെ ഓസ്മോട്ടിക് പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പൈ കൊണ്ടാണ്. Pi is equal to CRT. Okay. Moving on to the next. നമുക്ക് 3 terms പഠിക്കാനുണ്ട്. It is related to osmosis. Here, isotonic solutions. Isotonic solutions എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ solutions having same osmotic pressure. രണ്ട് സൊല്യൂഷൻസിന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ they are known as the isotonic solutions. And the second one is hypertonic and the third one is hypotonic. ഈ രണ്ടും നമുക്ക് ഒരുമിച്ച് പറയാനായിട്ട് സാധിക്കും. Consider two solutions having different osmotic pressure. If one having osmotic pressure larger value, then that is known as hypertonic. Larger osmotic pressure value ഉള്ളതിനെ നമ്മൾ hypertonic എന്ന് വിളിക്കും. Smaller ഉള്ളതിനെയോ? Yes, that is known as the hypotonic solution. Smaller value ഉള്ളത് hypotonic solution എന്ന് അറിയപ്പെടും. ഓക്കെ, ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത് നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ. ഓക്കെ, ഇൻട്രാവീനസ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ബോഡിക്കകത്തുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.9% ആണ്. അവിടുത്തെയുള്ള സെലൈൻ കണ്ടീഷൻ എന്ന് പറയുന്ന 0.9% കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനാണ് നമ്മുടെ ബോഡിക്കകത്തുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻസിൻ്റെ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യും? 0.9% സലൈൻ സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്ത് അങ്ങനെയായിരിക്കും, ആ ഒരു കണ്ടീഷനിലായിരിക്കും അപ്ലൈ ചെയ്യും. എന്തിനാണ്? ഐസോട്ടോണിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ഐസോട്ടോണിക് അല്ല എങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഹൈപ്പർട്ടോണിക്കോ ഹൈപ്പോട്ടോണിക്കോ ആണെങ്കിൽ ഒന്നുകിൽ സെല്ല് ബേസ്റ്റ് ചെയ്ത് പോകും, സ്വെല്ല് ചെയ്ത് ബേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് പോകും. സോ നമ്മുടെ ബോഡിക്ക് ദോഷമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി കണ്ടീഷനുമായിട്ട് ഐസോട്ടോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനകത്ത് നമ്മുടെ ബോഡിക്കകത്തേക്ക് ഡ്രഗ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ ഫീൽഡിനകത്തൊക്കെ ഓസ്മോസിസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫൈനൽ പാർട്ട്, അബ്നോർമൽ മോളിക്കുലർ മാസ്. ഇപ്പോൾ നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഫൈനലി ഓസ്മോട്ടിക് പ്രഷർ. ഇത് 4 യൂസ് ചെയ്ത് നമ്മൾ മോളിക്കുലർ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പക്ഷേ ഈ കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലർ മാസസിനകത്തൊക്കെ ഇറർ കാണാനായിട്ട് സാധിച്ചു. ദാറ്റ് മീൻസ് ചിലപ്പോൾ മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതും ചിലപ്പോൾ കുറഞ്ഞിരിക്കുന്ന ആക്ച്വൽ വാല്യൂ എന്നിട്ട് ഡിഫറൻസ് ഉണ്ടാകുന്ന കാണിച്ചു. ഈ ഇററിന്, ഈ മിസ്റ്റേക്കിനെയാണ് നമ്മൾ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അബ്നോർമൽ മോളിക്കുലർ മാസ് കാണിക്കുന്നത്? അതിന് 2 റീസൺസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ മേ ബി ഡ്യൂ ടു association of molecules, solvent molecules, and the second is dissociation of molecules. Okay, so നമുക്ക് ഓരോന്നും എടുത്ത് പറയാം. ഫസ്റ്റ് സെക്കൻഡ് വേണ്ടി തന്നെ ആദ്യം പറയാം. ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, റൈറ്റ്? അപ്പോൾ കൺസിഡർ ചെയ്യുക KCl. ഓക്കെ, KCl എന്ന് പറയുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആണ്. ദെൻ ഈ സൊല്യൂട്ട് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ, KCl സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, വാട്ടറിനകത്ത് ഇട്ടു. വാട്ട് ഹാപ്പൻസ്? K plus Cl minus. ഓക്കെ, സോ എന്താണ് ഇവിടെ സംഭവിച്ചത്?
ഡിസോസിയേഷൻ നടന്നു. ഞാൻ ഇട്ടത് 1 സൊല്യൂട്ട് പാർട്ടിക്കിൾ ആയിരുന്നു. ബട്ട് റിസൾട്ട്സ് എന്താണ്? K+Cl- എന്ന് പറഞ്ഞ് 2 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടാണ് അവിടെ അതിനെ കാണുന്നത്. സോ ഈ ഡിസോസിയേഷൻ കാരണം നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ കേസസിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വരുന്നു. സോ ആസ് എ റിസൾട്ട് ഡിസോസിയേഷൻ കൊണ്ട് അബ്നോർമൽ മോളിക്കുലർ മാസ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നെടുത്തതിന് പകരം അവിടെ റിസൾട്ട് ചെയ്ത് 2 ആണ്, ഇരട്ടിയായി. ഓക്കെ, ആൻഡ് ദ സെയിം കേസ് അസോസിയേഷൻ. ഓക്കെ, കൺസിഡർ CH3COH എത്തനോയിക് ആസിഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെന്റിനകത്ത് എത്തനോയിക് ആസിഡ് ഇട്ടിരിക്കുകയാണ്, അസിറ്റിക് ആസിഡ് ഒരു എത്തനോയിക് ആസിഡ്. സോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എത്തനോയിക് ആസിഡ് മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്ത് what happens? They dimerize. ഓക്കെ, ഞാൻ ആഡ് ചെയ്തത് 2 എത്തനോയിക് ആസിഡ് മോളിക്യൂൾസ് ആണെങ്കിൽ റിസൾട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? Let me show you. CH3 COH plus CH3 COH, which gives one molecule. Okay, this is the second molecule. Okay, so it forms hydrogen bonds and this. Okay, so as a result ഞാൻ ആഡ് ചെയ്തത് 2 മോളിക്യൂൾസ് ആയിരുന്നു, പക്ഷെ അത് ഡൈമറൈസ് ചെയ്ത് ഇൻ റിസൾട്ട് എന്ത് വന്നു? ഒരൊറ്റ മോളിക്യൂൾ ഡൈമറൈസ് ചെയ്തു. നമ്മൾ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞ് കണക്കെടുക്കുന്ന സമയത്ത്, വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂളേ ഉള്ളൂ, ഡൈമറൈസേഷൻ നടത്തിയിരിക്കും. സോ ഒന്ന് ആഡ് ചെയ്തു, അതിന് പകുതിയേ ഉള്ളൂ. ഡിസോസിയേഷൻ്റെ കേസിനകത്ത് ഒന്ന് ആഡ് ചെയ്തു, അതിന് ഇരട്ടിയായി. സോ ഇങ്ങനെ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദി അബ്നോർമൽ മോളിക്കുലർ മാസ്. ഈ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇങ്ങനെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനകത്ത് ഡിസോസിയേഷനും അസോസിയേഷനും വഴി ഡിഫറൻസ് ഉണ്ടാകുന്നത് കൊണ്ട് അബ്നോർമൽ മോളിക്കുലർ മാസ് അത് കാണിക്കും. ഇതിനെല്ലാം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറക്ഷൻ ഫാക്ടർ എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വാൻ ഹോഫ് ഫാക്ടർ. യെസ്, ദാറ്റ് ഈസ് I, which is represented by I. Okay, I is the ratio of observed colligative property with the actual value. Okay, so I എന്ന് പറയുന്നത് എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻസിനകത്തും കറക്ഷൻ ഫാക്ടർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് അസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ലെസ് ദാൻ 1, 1-നേക്കാൾ കുറവായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു. ആൻഡ് ഇഫ് ഡിസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ദ വാല്യൂ ഓഫ് ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, 1-നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഐ കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു ഇക്വേഷൻ എഴുതാം. കൺസിഡർ ഐ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ dissociation by association divided by number of molecules before dissociation association. ഓക്കെ, സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു കറക്ഷൻ ഫാക്ടറായിട്ട് എല്ലാ ഇക്വേഷൻസിനകത്തും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺസിഡർ KCLൻ്റെ കേസിനകത്ത് നമുക്ക് നോക്കാം. KCL ഐയുടെ വാല്യൂ എങ്ങനെ വരും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എന്താ? K പ്ലസ് Cl മൈനസ് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല, പാർട്ടിക്കിൾസ് എന്ന് പറയാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സോ നമുക്ക് 2/1, റൈറ്റ്?
2/1. സോ 2 വന്നു. ഐ വാല്യൂ എന്ന് പറയുന്നത് കേസിനകത്ത് 2 വന്നു. ആൻഡ് ഹിയർ ദ സെക്കൻഡ് വൺ ഇതായിരുന്നു എത്തനോയിക് ആസിഡ് അല്ലേ? ഡൈമറൈസേഷൻ നടന്നു. ആഫ്റ്റർ 1 ഉണ്ടായിരുന്നുള്ളൂ, ബിഫോർ 2 ഉണ്ടായിരുന്നു. സോ 1/2 ദാറ്റ് ഈസ് 0.5. എത്തനോയിക് ആസിഡിൻ്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആവുകയും ചെയ്തു. 1നേക്കാളും കുറവാന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? യെസ്, ഇതാണ് പറയാനുള്ളത്. സോ നമ്മുടെ ചാപ്റ്റർ തീർന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാടധികം എന്തുണ്ട് എക്സാമ്പിൾസ് കൂടി വരുന്നുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. HomeSkul, where you learn best.